നമ്മൾ 1 way ഷെയറും 2 way ഷെയറും ചെക്ക് ചെയ്തു. അത് വെച്ചിട്ട് തിക്നെസ് ഡിറ്റർമൈൻ ചെയ്തു. ഇനി നമ്മൾ ഫ്ലെക്സുറൽ റെയിൻഫോഴ്സ്മെന്റ് ഡിസൈൻ ചെയ്യണം. അതായത് ബെൻഡിങ് മൊമെന്റ് കണ്ടെത്തി അതിനു വേണ്ടി വേണം ഡിസൈൻ ചെയ്യാൻ. ഫൂട്ടിംഗ് എപ്പോഴും ഒരു ബെൻഡിങ് മൊമെന്റ് എലമെന്റ് ആയിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. ആദ്യം നമുക്കറിയാം ഇവിടെ റെക്ടാങ്കുലർ ഫൂട്ടിംഗ് ആണ്. ഇവിടെ കാണിച്ചിരിക്കുന്ന പ്ലാൻ വ്യൂവും ഇവിടെ സൈഡ് വ്യൂ ആണ് കാണിച്ചിരിക്കുന്നത്. റെക്ടാങ്കുലർ ഫൂട്ടിംഗ് ആയതുകൊണ്ട് തന്നെ 2 ഡയറക്ഷൻ ഉണ്ട്. ഇതിപ്പോൾ XX ഡയറക്ഷൻ എടുത്താൽ ഇവിടെ YY ഡയറക്ഷൻ. ആദ്യം ഞാൻ ലോങ് ഡയറക്ഷനിലെ അതായത് ലോങ് ഡയറക്ഷനിലെ റെയിൻഫോഴ്സ്മെന്റ് ആണ് നോക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഫോർ റെയിൻഫോഴ്സ്മെന്റ് എലോങ് ലോങ് ഡയറക്ഷൻ. അതിന് ഞാൻ കൺസിഡർ ചെയ്യുന്ന സെക്ഷൻ XX ആണ്. ഇവിടെ നോക്കുമ്പോൾ ഈ ഫിഗർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ ഫൂട്ടിങ് ഇവിടുന്ന് ഇങ്ങോട്ടൊരു ക്യാൻഡിലിവർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. താഴത്തുനിന്ന് നെറ്റ് അപ്വേർഡ് പ്രഷർ കാരണം ഇതിങ്ങനെ ബെൻഡ് ചെയ്യും. ഇതൊരു ക്യാൻഡിലിവർ ബെൻഡ് ചെയ്യുന്നത് പോലാണ്. അതായത് ഇപ്പോൾ ഒരു ക്യാൻഡിലിവർ എടുത്താൽ അത് ബെൻഡ് ചെയ്യുന്ന പോലാണ്. നമുക്കറിയാം ക്യാൻഡിലിവറിലെ മൊമെന്റ് എത്ര? അതിന് ഞാൻ MX എന്ന് വിളിച്ച ക്യാൻഡിലിവറിലെ മൊമെന്റ് WL(x²/2) ആണ്. എലോങ് ഏതാ? മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഫോർ ക്യാൻഡിലിവർ ആണിത്. മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഫോർ ക്യാൻഡിലിവർ. W നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു ആക്ച്വൽ സോയിൽ പ്രഷർ ഈക്വൽ ടു 0.15 Newton/mm² എന്ന്. അപ്പൊ നമുക്ക് W അറിയാം 0.15 Newton/mm². W ഇട്ട് കൊടുക്കേണ്ട യൂണിറ്റും നമുക്കറിയാം Newton/mm Newton/mm²നെ Newton/mm ആക്കാൻ ഏത് ഡിസ്റ്റൻസാ? ഈ ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇൻറ്റു 2000 ഇത്രയും എന്തായി? W ആയി. ഇനി LX എന്ന് പറയുന്നത് കണ്ടുപിടിക്കണം. ഇത്രയും ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അതെങ്ങനാ? 3000 - 600/2 അല്ലേ? അപ്പം ഇതെത്തായി? LXും ആയി. WLX²/2 ആണല്ലോ. അപ്പം 0.15 ഇൻറ്റു 2000 ഇൻറ്റു 1200² ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 260 kN/m എന്ന് കിട്ടും. ഇപ്പം നമുക്ക് ഈ ഒരു ഫൂട്ടിങ് വരുന്ന മൊമെന്റ് കിട്ടി. മൊമെന്റിന്റെ ഇക്വേഷൻ നമ്മൾ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൽ മൊമെന്റിന്റെ ഇക്വേഷൻ DCS 1 പഠിച്ച എന്തായിരുന്നു? M = 0.87 FY AST into D 1 - FY AST by FCK BD. മൊമെന്റിന്റെ വാല്യൂ നമുക്കറിയാം. അപ്പം മൊമെന്റിന്റെ വാല്യൂ എന്തുവാ? ഇവിടെ ഉണ്ട് 260 kN/m. ഞാൻ MM എഴുതുമ്പം 260 × 10⁻⁶ Nm എന്ന് വരും. പിന്നെ 0.87 FY നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട് 415. നമുക്ക് ഏരിയ ഓഫ് സ്റ്റീൽ അറിയത്തില്ല. അതിന് ഞാൻ AST എന്ന് തന്നെ ഇട്ടു. പിന്നെ D നമ്മൾ കുറച്ചു മുമ്പ് ചെയ്തെടുത്ത് D1 എത്ര നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. D1 എന്ന് പറയുന്നത് എത്രയായിരുന്നു? 372 ആയിരുന്നു. 372 into 1 - 450 into AST by 20 into 2000 into 372 വരും. ഇത് ഇപ്പം നമ്മൾ എടുത്തെഴുതുമ്പം ഇങ്ങനെ എഴുതാം. ഇതിനൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനായിട്ട് എഴുതുമ്പോൾ 3.73 AST² മൈനസ് 134,310.6 AST plus 216 into 10⁻⁶ equal to 0. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പം AST നമുക്കറിയാം. ഇപ്പം നമ്മൾ കണ്ടുപിടിക്കുന്നത് ലോങ് ഡയറക്ഷനിലാണ്. അതുകൊണ്ട് AST ലോങ് എന്ന് ഞാൻ കൊടുക്കുക. AST ലോങ് ഈക്വൽ ടു 1687.34 mm² എന്ന് കിട്ടും. അപ്രോക്സിമേറ്റ്ലി എനിക്ക് എന്ത് എഴുതാം? 1690 mm² എന്ന് എഴുതാം. ഞാൻ അസ്യൂം ചെയ്യുവാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന ബാർ 12 mm ഡയയുടെയാണ്. അപ്പോൾ അസ്യൂം 12 mm ഡയ ബാർസ്. 12 mm ഡയ ബാർ യൂസ് ചെയ്താൽ ഈ ഒരു ഏരിയയ്ക്ക് എത്ര ബാർസ് ഇടണമെന്ന് കണ്ടുപിടിക്കണം. അതായത് നമ്പർ ഓഫ് ബാർസ് കണ്ടുപിടിക്കണം.
നമ്പർ ഓഫ് ബാർസ് നമുക്കറിയാം ടോട്ടൽ ഏരിയ ബൈ ഏരിയ ഓഫ് 1 ബാർ ആണ്. ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് എത്ര? 1690. ഏരിയ ഓഫ് 1 ബാറോ 12 mm ഡയ. അപ്പൊ ഏരിയ π/4 d² ആണ് ഏരിയ. π/4 ഇൻറ്റു ഡി. ഡയ എത്ര? 12² എന്ന് വരും. അപ്പം നമുക്ക് കിട്ടുന്നത് 15 ബാർ എന്നാണ്. അപ്പോൾ 15 ബാർ കൊടുക്കണം എന്ന് മനസ്സിലായി. ഇനി ഈ 50 ബാർ എത്ര സ്പേസിങ് കൊടുക്കണം എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. സ്പേസിങ് നമുക്കറിയാം ലോങ് ഡയറക്ഷനിലാണല്ലോ നമ്മൾ കൊടുക്കുന്നത്. ഇപ്പം വരയ്ക്കുവാണെങ്കിൽ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ഏരിയ ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത് ലോങ് ഡയറക്ഷനിലുള്ളതാണ്. അതായത് ഇങ്ങനെയുള്ള ഈ ഡയറക്ഷനിലുള്ള സംഭവമാണ് നമ്മളിപ്പോൾ വരച്ചത്. ഈ ഒരു ബാറും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണല്ലോ സ്പേസിങ്. ആ സ്പേസിങ് എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ സ്പേസിങ് ഈക്വൽ ടു നമുക്കറിയാം ഇത് ഇത്രയും എന്ന് പറഞ്ഞാൽ 2000 ആണ്. പിന്നെ ഇത്രയും ക്ലിയർ കവർ വരും. ഇത്രയും ഡിസ്റ്റൻസ് എന്തു പറയാം? ക്ലിയർ കവർ 75 mm. അത് രണ്ട് സൈഡിലും വരും. അപ്പം നമുക്ക് എന്തെഴുതാം? 2000 മൈനസ് 2 ഇൻറ്റു രണ്ട് സൈഡിലെയും ക്ലിയർ കവർ മൈനസ് എന്തുവാ 12 എന്ന് വരും. ഒരു ബാറിൻ്റെ ഡയമീറ്റർ ഡിവൈഡഡ് ബൈ 50. എത്ര ബാർ ഇതിൻ്റെ ഇടയ്ക്കുണ്ട്? മൊത്തം 15 ബാറാണ് കൊടുത്തത്. ഒരു ബാറിൻ്റെ ഡയ കുറച്ചതുകൊണ്ട് 50 മൈനസ് 1 40. അപ്പോൾ 130 mm സെൻറ്റർ ടു സെൻറ്റർ എന്ന് കിട്ടി. ഇപ്പം നമ്മൾ നമ്പർ ഓഫ് ബാർസ് എത്ര നമ്പർ ബാർ കൊടുക്കണമെന്ന് കണ്ടു. ആ ബാർസ് എത്ര സ്പേസിങ് കൊടുക്കണം എന്ന് കണ്ടു. പ്രൊവൈഡ്സ് 12 mm ഡയ ബാർ അറ്റ് 130 mm സെൻറ്റർ ടു സെൻറ്റർ. ഇനി നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം? ഡെവലപ്മെൻറ്റ് ലെങ്ത് ചെക്ക് ചെയ്യണം. ചെക്ക് ഫോർ ഡെവലപ്മെൻറ്റ് ലെങ്ത്. ചെക്ക് ഫോർ ഡെവലപ്മെൻറ്റ് ലെങ്ത് ചെയ്യുമ്പം LD എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 5 സിഗ്മ എസ് ബൈ 4 τBD ആണ്. സിഗ്മ എസ് എന്ന് പറഞ്ഞാൽ 0.87 FY ആണ്. അപ്പോൾ 5 ഇൻറ്റു 0.87 FY ബൈ 4 ഇൻറ്റു τBD. M20 കോൺക്രീറ്റിന് τBD നമുക്ക് കോഡിൽ നിന്ന് എടുക്കാം. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. പേജ് നമ്പർ 43 ക്ലോസ് 26.2.1 ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ഡിസൈൻ ബോണ്ട് സ്ട്രെസ്. നമ്മുടെ M20. അപ്പം നമുക്ക് എന്തെഴുതാം? 1.2 ആണ് ഡിസൈൻ ബോണ്ട് സ്ട്രെസ്. പിന്നെ ഇതിൻ്റെ താഴെ രണ്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഡീഫോംഡ് ബാർ ആകുമ്പം നമ്മൾ ഈ വാല്യൂ 60% കൂട്ടണം. കംപ്രഷനിലാകുമ്പോൾ എത്ര? 25% കൂട്ടണം. അപ്പം നമുക്ക് M20 കോൺക്രീറ്റ് τBD എന്ന് പറഞ്ഞാൽ 1.2 Nm/mm² ആണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന HYSD ബാർ ആണ്. അപ്പം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം? 5 ഇൻറ്റു 0.87 ഇൻറ്റു 450 ഇൻറ്റു 4 ഇൻറ്റു 1.2 ഇൻറ്റു 1.6. കാരണം 60% കൂട്ടി. എന്തിനാ? നമ്മൾ യൂസ് ചെയ്തത് HYSD ബാർ അല്ലെങ്കിൽ ഡീഫോംഡ് ബാർ ആയതുകൊണ്ട്. അപ്പം നമുക്ക് അപ്രോക്സിമേറ്റ്ലി 47 ഡയ എന്ന് കിട്ടി. അപ്പം നമുക്ക് ഡെവലപ്മെന്റ് ലെങ്ത് എന്തെഴുതാം? 47 ഡയ എന്ന് എഴുതാം. ഈക്വൽ ടു നമ്മൾ അസ്യൂം ചെയ്ത് എത്ര? നമ്മൾ ഏത് ബാർ യൂസ് ചെയ്യുന്ന 12 mm ഡയ ബാർ. അപ്പോൾ 47 ഇൻറ്റു 12 നമുക്ക് ഡെവലപ്മെന്റ് ലെങ്ത് 564 mm എന്ന് കിട്ടി. ഇനി ഇവിടെ എന്തുമാത്രം ഡെവലപ്മെന്റ് ലെങ്ത് അവൈലബിൾ ആണ് എന്ന് ചെക്ക് ചെയ്യണം. ഡെവലപ്മെന്റ് ലെങ്ത് അവൈലബിൾ നമുക്കറിയാം. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1200 ആണ്. അപ്പം മൊത്തം ഈ ഡിസ്റ്റൻസ് എത്ര? 1200 ആണ് നമുക്കറിയാം. 1200 നിന്ന് ഡെവലപ്മെന്റ് ലെങ്ത് അവൈലബിൾ കണ്ടുപിടിക്കാൻ 1200 നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കണം? ക്ലിയർ കവർ. ഈ സൈഡിലെ ക്ലിയർ കവർ കുറയ്ക്കണം. അപ്പം എനിക്ക് എന്തെഴുതാം? 1200 മൈനസ് 75. ക്ലിയർ കവർ കുറയ്ക്കുന്നതായിരിക്കുമല്ലോ അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഡെവലപ്മെന്റ് ലെങ്ത് 1125 എന്ന് വരും. ഇതെന്ന് പറയുന്നത് നമുക്ക് വേണ്ടതിലും കൂടുതലാണ്. അപ്പം എന്തു പറയാം നമുക്ക്? സേഫ്. ഹെൻസ് സേഫ്. ഇത് ഈ ഒരു ഡെവലപ്മെന്റ് ലെങ്ത് സേഫ് ആണ്. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് റെയിൻഫോഴ്സ്മെന്റ് അലോങ് ഷോർട്ട് ഡയറക്ഷനാണ്. കാരണം നമ്മൾ റെയിൻഫോഴ്സ്മെന്റ് അലോങ് ലോങ് ഡയറക്ഷൻ കണ്ടുപിടിച്ചു.
ഇനി റെയിൻഫോഴ്സ്മെന്റ് അലോങ് ഷോർട്ട് ഡയറക്ഷൻ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. റെയിൻഫോഴ്സ്മെന്റ് അലോങ് ഷോർട്ട് ഡയറക്ഷൻ നോക്കുമ്പോൾ ഞാൻ സെക്ഷൻ YY എടുത്തു. സെക്ഷൻ YY എടുക്കുമ്പോൾ അപ്പൊ നമുക്ക് എഴുതാം കൺസിഡർ സെക്ഷൻ. മൊമെന്റ് നേരത്തെ പോലെ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബെൻഡിങ് മൊമെന്റ് കാൻഡിലിവർ പോലെ തന്നെ ആക്ട് ചെയ്ത് മൊമെന്റ് എന്താ, മൊമെന്റ് Y എന്ന് പറഞ്ഞാല് W എന്താ 0.15 Newton/mm² ആണ്. അതിനെ Newton/mm ആക്കാൻ ഇൻറ്റു 3000 ഇൻറ്റു LY ആണ് ഇവിടെ മാറുന്നത്. LY ഇവിടെ നോക്കുമ്പോ എങ്ങനെയാ കണ്ടുപിടിക്കുക? 2000 മൈനസ് 400 ഡിവൈഡഡ് ബൈ 2 അല്ലേ LY. ഇപ്പൊ എന്തെഴുതാം? 2000 മൈനസ് 400 ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോ എങ്ങനെ വരും? 0.15 ഇൻറ്റു 3000 ഇൻറ്റു 800 സ്ക്വയർ ബൈ 2 144 ഇൻറ്റു 10⁶ Newton/mm എന്ന് വരും. നമ്മൾ പഠിച്ചായിരുന്നു My ഈക്വൽ ടു എന്തെഴുതാം? നേരത്തെ ഇക്വേഷൻ തന്നെ 0.87 FyAST ഇൻറ്റു D2. ശ്രദ്ധിക്കുക, നമ്മള് നേരത്തെ D1ഉം D2ഉം കണ്ടുപിടിച്ചായിരുന്നു. അതിലെ D1 ആണ് റെയിൻഫോഴ്സ്മെന്റ് അലോങ് ലോങ് ഡയറക്ഷൻ എടുത്ത്, D2 ആണ് റെയിൻഫോഴ്സ്മെന്റ് അലോങ് ഷോർട്ട് ഡയറക്ഷൻ എടുക്കുന്നത്. 1 മൈനസ് FyAST ബൈ FCK BD2. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പം ഇങ്ങനെ വരും. നേരത്തെ പോലെ തന്നെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിരിക്കും ഇവിടെയും കിട്ടുക. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പം AST അലോങ് ഷോർട്ട് ഡയറക്ഷൻ എന്ന് പറയുന്നത് 1132.519 mm² എന്ന് കിട്ടും. നമ്മൾ റെയിൻഫോഴ്സ്മെന്റ് ഷോർട്ട് ഡയറക്ഷന് കൊടുക്കുമ്പോൾ കുറച്ച് കാര്യം ശ്രദ്ധിക്കണം. അതിനെപ്പറ്റി കോടി പറയുന്നുണ്ട്. പേജ് നമ്പർ 65 ക്ലോസ് 34.3.1 നമ്മൾ ഫോളോ ചെയ്യുന്ന കോഡ് ഏതാ? IS 456/2000. കോഡ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും 34.3.1. അതിൽ 1 വേ റെയിൻഫോഴ്സ്ഡ് ഫൂട്ടിങ്ങിന്റെ കാര്യം പറയുന്നുണ്ട്, 2 വേ റെയിൻഫോഴ്സ്ഡ് സ്ക്വയർ ഫൂട്ടിങ്ങിന്റെ കാര്യം പറയുന്നുണ്ട്. മൂന്നാമത് എഴുതിയിരിക്കുന്നത് C നമുക്ക് നോക്കാം. ഇനി 2 വേ റെയിൻഫോഴ്സ്ഡ് റെക്ടാങ്കുലർ ഫൂട്ടിംഗ്. റെയിൻഫോഴ്സ്മെന്റ് ഇൻ ദ ലോങ് ഡയറക്ഷൻ ഷാൾ ബി ഡിസ്ട്രിബ്യൂട്ടഡ് യൂണിഫോംലി അക്രോസ് ദ ഫുൾ വിഡ്ത്ത് ഓഫ് ഫൂട്ടിംഗ്. അതായത് ലോങ് ഡയറക്ഷനിലെ റെയിൻഫോഴ്സ്മെന്റ് നമ്മൾ ഫുള്ള് വിഡ്ത്തില് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇനി നോക്കിയേ, ഫോർ റെയിൻഫോഴ്സ്മെന്റ് ഇൻ ദ ഷോർട്ട് ഡയറക്ഷൻ, അതായത് ഷോർട്ട് ഡയറക്ഷനിലെ റെയിൻഫോഴ്സ്മെന്റ് എ സെൻട്രൽ ബാൻഡ് ഈക്വൽ ടു ദ വിഡ്ത്ത് ഓഫ് ഫൂട്ടിംഗ് ഷാൾ ബി മാർക്ക്ഡ് അലോങ് ദ ലെങ്ത് ഓഫ് ഫൂട്ടിംഗ് ആൻഡ് എ പോർഷൻ ഓഫ് റെയിൻഫോഴ്സ്മെന്റ് determined in accordance with the equation given below shall be uniformly distributed across the central band. എന്നിട്ട് ഒരു ഇക്വേഷനും പറഞ്ഞിട്ടുണ്ട്. Reinforcement in central bandwidth by total reinforcement in short direction 2 by beta plus 1. Beta എന്ന് പറഞ്ഞ റേഷ്യോ ആണ് ലോങ് സൈഡ് ടു ദ ഷോർട്ട് സൈഡ് ഓഫ് ഫൂട്ടിംഗ്. അതായത് ഫൂട്ടിങ്ങിന്റെ ലോങ് സൈഡ് ടു ഷോർട്ട് സൈഡ് റേഷ്യോ ആണ് എന്ത്? ബീറ്റ. അപ്പൊ നമുക്കിത് നോക്കാം. ഇതിൽ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. അതായത് ഇപ്പം ഒരു ഫൂട്ടിംഗ് എടുത്തു, ഇതാണല്ലോ ഫൂട്ടിങ്ങിന്റെ ലെങ്ത്. ഇതിലൊരു സെൻട്രൽ ബാൻഡ് എടുക്കും. ആ സെൻട്രൽ ബാൻഡ് എന്ന് പറഞ്ഞാല് ഫൂട്ടിങ്ങിന്റെ വിഡ്ത്തിനോട് സെയിം ആയിരിക്കും. ഇവിടെ കൊടുക്കുന്ന റെയിൻഫോഴ്സ്മെന്റ് നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ബേസ് ചെയ്തായിരിക്കും എന്നാണ് പറഞ്ഞത്. ബാക്കി മിച്ചമുള്ള റെയിൻഫോഴ്സ്മെന്റ് ഈ രണ്ട് സൈഡിലായിട്ട് കൊടുക്കും. നമുക്ക് എന്തെഴുതാം? ആദ്യം നമുക്ക് സെൻട്രൽ ബാൻഡിൽ വരുന്ന റെയിൻഫോഴ്സ്മെന്റ് കണ്ടുപിടിക്കാം. AST ഇൻ ദ സെൻട്രൽ ബാൻഡ് വിഡ്ത്ത്. അതിനു മുമ്പേ നമുക്ക് ക്ലോസും പേജ് നമ്പറും എഴുതണ്ടേ? ആസ് പെർ IS 456/2000 ക്ലോസ് 34.3.1 C പേജ് നമ്പർ 65. ഇക്വേഷൻ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? AST ഷോർട്ട് ഡയറക്ഷൻ ഇൻറ്റു 2 by beta plus 1 എന്നല്ലേ? റെയിൻഫോഴ്സ്മെന്റ് ഇൻ സെൻട്രൽ ബാൻഡ് വിഡ്ത്ത് ടു ടോട്ടൽ റെയിൻഫോഴ്സ്മെന്റ് ഇൻ ഷോർട്ട് ഡയറക്ഷൻ 2 by beta plus 1. ഈ ടോട്ടൽ റെയിൻഫോഴ്സ്മെന്റ് AST ഷോർട്ട് അല്ലേ? അതിന് ഇങ്ങോട്ട് ആക്കിയാൽ റെയിൻഫോഴ്സ്മെന്റ് ഇൻ സെൻട്രൽ ബാൻഡ് വിഡ്ത്ത് 2 by beta plus 1 into AST ഷോർട്ട് എന്ന് വരും. AST ഷോർട്ട് നമ്മൾ എത്ര കണ്ടുപിടിച്ച്? 1132.519 1132.519 into 2 by beta plus 1. ബീറ്റ എന്ന് ഞാൻ പറഞ്ഞിരുന്നു.
അതെന്തുവാ? ലോങ് സൈഡ് ഓഫ് ദ ഫൂട്ടിംഗ് ടു ഷോർട്ട് സൈഡ് ഓഫ് ദ ഫൂട്ടിംഗ്. ലോങ് സൈഡ് എത്രയായിരുന്നു? 3000. ഷോർട്ട് സൈഡ് 2000. അപ്പം എന്ത് വരും? 3/2 എന്ന് വരും. അപ്പം AST ഇൻ സെൻട്രൽ ബാൻഡ് എന്തെഴുതാം? 2/3/2 പ്ലസ് 1 എന്ന് വരും. 906.016 mm². ഇത്രയും ഏരിയ നമ്മൾ ഈ സെൻട്രൽ ബാൻഡ് വിട്ട് കൊടുക്കണം. 12 mm ഡയാ ബാർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്പർ ഓഫ് ബാർസ് നമുക്ക് കണ്ടുപിടിക്കണം. യൂസിങ് 12 mm ഡയാ ബാർ, നമ്പർ ഓഫ് ബാർസ് ഈക്വൽ 906.16 by pi/4 into 12². അപ്പം 8.01 വരും. അപ്രോക്സിമേറ്റ്ലി 9 ബാർ എന്ന് വരും. അപ്പം നമ്മൾ ഈ സെൻട്രൽ ബാൻഡ് വിഡ്ത്തിൽ എത്ര ബാർ കൊടുക്കണം? 9 ബാറേലും മിനിമം കൊടുക്കണം. ഞാനത് റഫായിട്ട് വരച്ചതാണ്. സെൻട്രൽ നമ്മൾ 9 ബാറേലും കൊടുക്കണം. ഇനി ഇപ്പം നമുക്ക് AST ഷോർട്ട് ഡയറക്ഷനിൽ കിട്ടിയത് 1132.519 ആയിരുന്നു. പക്ഷേ നമ്മൾ സെൻട്രലിൽ കൊടുത്ത 906.016 ആ. ബാക്കി ASTയെ ഈ രണ്ട് സൈഡിലായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ റിമൈനിങ് AST ഫോർ ഈച്ച് ബാൻഡ് വിഡ്ത്ത് കണ്ടുപിടിക്കണം. റിമൈനിങ് AST എത്ര? മൊത്തം ഉണ്ടായിരുന്ന ഏരിയ 1132.519. സെൻട്രലിൽ കൊടുത്ത ഏരിയ 906.016. അപ്പം 1132.519 മൈനസ് 906.016 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. 113.25 mm². അപ്പം എന്താ? നമ്പർ ഓഫ് 12 mm ഡയാബാർ വെച്ച് നോക്കുവാണെങ്കിൽ എങ്ങനെയാ? നമ്പർ ഓഫ് ബാർസ് ഇൻ ഈച്ച് ബാൻഡ് വിഡ്ത്ത് 113.25 ഡിവൈഡഡ് ബൈ pi/4 into 12². അപ്പോൾ അപ്രോക്സിമേറ്റ്ലി 1 ബാർ എന്ന് കിട്ടും. പക്ഷെ നമ്മൾ മിനിമം എത്ര കൊടുക്കണം? 3 എണ്ണം ഞാൻ കൊടുക്കുക. ഹൗഎവർ പ്രൊവൈഡ് മിനിമം 3 ബാർ, 3 ബാറേലും മിനിമം കൊടുക്കണം ഇൻ ഈച്ച് എൻഡ് ബാൻഡ് വിഡ്ത്ത്. അതായത് 3 ബാറേലും മിനിമം കൊടുക്കണം. ഒരു ബാൻഡ് വിഡ്ത്ത് എത്രന്ന് എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ നോക്കിയേ, ഇത് മൊത്തം ലെങ്ത്, ഇത് വിഡ്ത്ത്. ഇതാണല്ലോ സെൻട്രൽ ബാൻഡ്. L-B/2 ആയിരിക്കത്തില്ലേ ഇത്രയെന്ന് പറയുന്നത് L-B/2. L-B/2 ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്തുവാ? നമുക്കറിയാം 3000 ആണ്. 3000 മൈനസ് 2000/2 എന്ന് വരും. 500 mm അല്ലെങ്കിൽ 0.5 മീറ്റർ എന്ന് വരും. അപ്പം നമ്മൾ വൃത്തിക്ക് വരച്ച് നമുക്കിവിടെ അറിയാം 9. ഇത് സെൻട്രൽ ബാൻഡ് വിഡ്ത്ത്. അതിനെ ഞാൻ ബാൻഡ് B എന്ന് വിളിച്ചു. അതിൻ്റെ വിഡ്ത്ത് എത്രയാണ്? ക്യാപിറ്റൽ B ആണ്. അപ്പം സെൻട്രൽ ബാൻഡ് വിഡ്ത്ത് റിമൈനിങ് ആയിട്ടുള്ള എന്തുവാ? മൊത്തം ലെങ്ത് L ആണ്. ഇത്രയും B ആണ്. അതായത് ഇത്രയും B ആണ്. അപ്പോൾ ഇത്രയും എന്ത് വരും? L-B ഡിവൈഡഡ് ബൈ 2. ഇത്രയും എന്ന് പറയുന്നത് L-B ഡിവൈഡഡ് ബൈ 2. നമ്മൾ കണ്ടുപിടിച്ചു സെൻട്രൽ ബാൻഡിൽ 9 ബാർസ് ആണ്. എത്ര ഡയേഡ്? 12 mm ഡയേഡ്. ബാക്കി രണ്ടിടത്തും 1 ആണ് നമുക്ക് കിട്ടിയത്. പക്ഷെ നമ്മൾ മിനിമം 3 കൊടുക്കും. അപ്പോൾ 3 into 12 mm ഡയാ ബാർസ്. ഇപ്പം നമ്മൾ ബാറെല്ലാം കണ്ടുപിടിച്ചു. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഡെവലപ്മെന്റ് ലെങ്ത് ചെക്ക് ചെയ്യുവാണ് വേണ്ടത്. അപ്പോൾ ചെക്ക് ഫോർ ഡെവലപ്മെന്റ് ലെങ്ത് എലോങ് ഷോർട്ട് സൈഡ്. നേരത്തെ ഞാൻ എങ്ങനെയാണ് LD 47.5 കിട്ടിയെന്ന് കാണിച്ചു. ഞാൻ ഇവിടെ ഡയറക്റ്റ് അതുകൊണ്ട് 47 ഡയ എന്നേ എഴുതുന്നുള്ളൂ. നമുക്കറിയാം നമ്മൾ 12 mm ബാറാണ് യൂസ് ചെയ്തത്. അതുകൊണ്ട് 47 into 12 564 mm എന്ന് കിട്ടി. നമുക്കറിയാം ക്ലിയർ കവർ എത്ര? ഫോർ ക്ലിയർ കവർ 75 mm ആണെന്നും നമ്മൾ എടുത്തിരുന്നു. ഫോർ ക്ലിയർ കവർ 75 mm. എന്തും മാത്രം ഡെവലപ്മെന്റ് ലെങ്ത് അവൈലബിൾ ആണെന്ന് നോക്കണം. LD അവൈലബിൾ. എന്തെഴുതാം? 2000. ഇത്രയും ഡിസ്റ്റൻസ് എത്ര? 2000 മൈനസ് 400/2 മൈനസ് 75. 2000 മൈനസ് കോളത്തിന്റെ ആ ഒരു ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ 2 മൈനസ് 75. ഇത്രയും 2000 ആയിരുന്നു. മൈനസ് 400 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പം ഇത്രയും ഡിസ്റ്റൻസ് കിട്ടും. ഇനി അതിൻ്റെ രണ്ട് സൈഡിലുമുള്ള ക്ലിയർ കവർ കൂടെ കുറയ്ക്കണം. അപ്പോൾ എങ്ങനെ? 2000 മൈനസ് 400/2 മൈനസ് 75 ഈക്വൽ ടു
725 mm ഈക്വൽ ടു 725 mm എന്ന് വരും. ഇത് നമുക്ക് വേണ്ടത് 564 ഉള്ളായിരുന്നു, നമുക്ക് കിട്ടിയത് 725 ആണ്. എന്തായാലും 725 ആണ് കൂടുതൽ എന്തിലും നമുക്ക് വേണ്ടതിലും. അപ്പം എന്താ ഓക്കെ, ഹെൻസ് ഓക്കെ. ഇപ്പം നമ്മൾ എന്തൊക്കെ ചെയ്തു? 1 way shear ചെയ്തു, 2 way shear ചെയ്തു, ഫ്ലെക്സുറൽ റെയിൻഫോഴ്സ്മെന്റ് ഡിസൈൻ ചെയ്തു. ഇനി ഡിസൈൻ കൺസിഡറേഷന് ഞാൻ പറഞ്ഞായിരുന്നു ചെക്ക് ഫോർ ട്രാൻസ്ഫർ ഓഫ് ലോഡ് അറ്റ് ദ ബേസ് ചെയ്യണമെന്ന്. ഇനി അപ്പം നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് ചെക്ക് ഫോർ ട്രാൻസ്ഫർ ഓഫ് ലോഡ് അറ്റ് ദ ബേസ്. ഞാൻ ഡിസൈൻ കൺസിഡറേഷനിൽ IS 456/2000 എവിടാണ് വരുന്നതെന്നും പറഞ്ഞു. പേജ് നമ്പർ 65 ക്ലോസ് 34.4 അതിനെപ്പറ്റി വിശദമായിട്ട് ഡിസൈൻ കൺസിഡറേഷന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഇതാണ് കോളം, ഇതാണ് ഫൂട്ടിങ്. ഈ കോളത്തിൽ നിന്നുള്ള ലോഡ് 2:1 റേഷ്യോയിലാണ് ഫൂട്ടിങ്ങിലോട്ട് സ്പ്രെഡ് ആകുന്നതെന്ന് വിചാരിക്കുന്നു. നമുക്കറിയാം D എന്ന് പറയുന്നത് 453 mm ആണ്. ഈ 453 mm ആണെന്ന് നമുക്കറിയാം. അപ്പൊ നമുക്ക് ഈ ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? 2:1 റേഷ്യോയിലായതുകൊണ്ട് 453 × 2 വരും, 906 mm വരും. ആദ്യം നമുക്ക് A2 കണ്ടുപിടിക്കാം. A2 എന്ന് പറഞ്ഞാൽ കോളത്തിന്റെ സൈസ്. കോളം എത്രയായിരുന്നു? 600/400 ആയിരുന്നു. 24 × 10⁻⁴ mm² എന്ന് വരും. ഞാൻ പറഞ്ഞു അറ്റ് എ റേറ്റ് ഓഫ് സ്പ്രെഡ് ഓഫ് 2:1, അതായത് കോളത്തിൽ വരുന്ന ലോഡ് സ്പ്രെഡ് ആവുന്നത് ഒരു 2:1 റേഷ്യോയിലാണ്. അപ്പൊ എന്തെഴുതാം? അറ്റ് എ റേറ്റ് ഓഫ് സ്പ്രെഡ് 2:1. ഇനി ഈ 2:1 സ്പ്രെഡ് ആയി കഴിഞ്ഞുള്ള ലെങ്ത്തും വിഡ്ത്തും കണ്ടുപിടിക്കണം. അപ്പൊ എത്ര ആകും ലെങ്ത്ത്? ഇത്രയും വരത്തില്ലേ ലെങ്ത്ത്? അതിനെ ഞാൻ L' എന്ന് വിളിച്ചു. L' ഈക്വൽ ടു ഇത്രയും 600 ആണ്. പിന്നെ ഈ രണ്ട് സൈഡിലെ 906 വരും. അപ്പൊ 600 + 2 × 906. അതായത് ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഈ കോളത്തിൽ ലോഡ് വന്ന് സ്പ്രെഡ് ആയിട്ട് ഉള്ള ഡയമെൻഷൻ. അപ്പൊ എന്താ? ഈ 600 + 2 × 906 വരും, കാരണം രണ്ട് സൈഡിലെ 906. അതാണ് ലെങ്ത്. വിഡ്ത്ത് അപ്പം എന്തായിരിക്കും? 400 + 2 × 906. അപ്പൊ എനിക്ക് A1 കണ്ടുപിടിക്കാമല്ലോ. B' × L' ഈക്വൽ ടു 2412 × 2212. A1 എന്ന് പറയുന്നത് ഇപ്പൊ എനിക്ക് എന്തെഴുതാം? ചെയ്തു വരുമ്പം 5.335 × 10⁻⁶ mm² എന്ന് എഴുതാം. അതായത് ഇവിടെ B' × L' 2412 × 2212 ചെയ്യുമ്പം 5.335 × 10⁻⁶ mm² എന്ന് വരും. ഞാൻ ഡിസൈൻ കൺസിഡറേഷന് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ ഒന്നുകൂടെ അത് കോടി കാണിക്കാം. √A1/A2 നോട്ട് ഗ്രേറ്റർ ദാൻ 2 എന്നുണ്ട്. പേജ് നമ്പർ 65 ക്ലോസ് 34.4. √A1/A2 കണ്ടുപിടിക്കണം. √5.335 × 10⁻⁶ divided by 24 × 10⁻⁴ ഈക്വൽ ടു 4.7. ഇത് 2-ലും കൂടുതലാണ്. അപ്പം നമ്മൾ എന്തെടുക്കണം? ലിമിറ്റ് എന്ന് പറയുന്നത്, ഹെൻസ് ലിമിറ്റ് √A1/A2 ഈക്വൽ ടു എന്ത് വരും? 2. ബിയറിംഗ് സ്ട്രെസ്സിന്റെ ഇക്വേഷനും അവിടെ ഉണ്ട്. അതായത് മാക്സിമം അലൗവബിൾ ബിയറിംഗ് സ്ട്രെസ്സിന്റെ ഇക്വേഷനും അവിടെ ഉണ്ട്. അതേ ക്ലോസില് അത് നമ്മൾ ഡിസൈൻ കൺസിഡറേഷൻ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നില്ല. അലൗവബിൾ ബിയറിംഗ് സ്ട്രെസ് എത്ര? 0.45 FCK √A1/A2 ഈക്വൽ ടു അപ്പൊ എന്തെഴുതാം? 0.45 × 20 × 2 വരും. 80 Nm² എന്ന് വരും. ഇതാണ് മാക്സിമം അലൗവബിൾ ബിയറിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത്. ആക്ച്വലി ഇവിടെ ഉണ്ടാവുന്ന ബിയറിംഗ് സ്ട്രെസ്സിന് കണ്ടുപിടിക്കാം. ബിയറിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത് ഇവിടെ വരുന്ന ലോഡ് 600 ആയിരുന്നു. കിലോ ന്യൂട്ടണിനെ ന്യൂട്ടൺ ആക്കാൻ 10⁻³ ഫാക്ടർ ചെയ്ത് 1.5 ഡിവൈഡഡ് ബൈ കോളത്തിന്റെ സൈസ് 400/600 3.75 Nm/mm² എന്ന്. അപ്പൊ എങ്ങനെയാ നമുക്ക് കിട്ടിയേ? 80 വരെ എന്തോ ആണ് പെർമിസിബിൾ ആണ്. 80 Nm/mm² വരെ പെർമിസിബിൾ ആണ്. വരുന്നത് എത്രയേ ഉള്ളൂ? 3.75 ഉള്ളൂ.
അതിനർത്ഥം എന്താ? ഈ ഡിസൈൻ സേഫ് ആണെന്നാ അല്ലേ? 80 വരെ എടുക്കാൻ പറ്റും, പക്ഷെ 3.75 വരുന്നുള്ളൂ. Therefore, the design is safe. അപ്പം നമുക്ക് ഡീറ്റെയിൽ നോക്കാം. ഡീറ്റെയിൽ നോക്കുമ്പോൾ ഇവിടെ ആദ്യം പ്ലാൻ വ്യൂ ആണ്. പ്ലാൻ വ്യൂ ആകുമ്പോൾ കോളത്തിന്റെ സൈസ് എത്ര? 400/600. ഫൂട്ടിങ്ങിന്റെ സൈസോ 3000/2000. ഇതിനെ മേലോട്ട് പ്രൊജക്റ്റ് ചെയ്ത് വരയ്ക്കുമ്പം ഇത് കോളം, ഇത് ഫൂട്ടിങ്. നമ്മൾ അറിയാം ഒരു സെൻട്രൽ ബാൻഡ് വിഡ്ത്ത് ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ കൊടുത്ത ബാർ ഏതാ? 9 എണ്ണം 12 mm ഡയാ ബാർസ് ആയിരുന്നു. രണ്ട് സൈഡിലും നമ്മൾ എത്ര കൊടുത്തത്? 312 mm ഡയാ ബാർസ് ആയിരുന്നു. അതാണ് ഈ ബ്ലാക്ക് ഡോട്ട്സ് ബാർ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ കിടക്കുന്നത്. പിന്നെ നമുക്കറിയാം ടോട്ടൽ ഡെപ്ത് ക്യാപിറ്റൽ ഡി എന്ന് പറഞ്ഞാൽ 453 mm ആയിരുന്നു. പിന്നെ നമ്മൾ രണ്ട് ഡെപ്ത് കണ്ടുപിടിച്ച D1ഉം D2ഉം. D1 എന്ന് പറഞ്ഞാൽ ഈ ഇട്ടിരിക്കുന്ന ഒരു വര പോലെ പോകുന്നുണ്ടല്ലേ, അത് ബാറാണ്. ഈ ഇട്ടിരിക്കുന്ന ബാറിന്റെ താഴത്തെ സൈഡ് വരെ ഉള്ളത് D1 372 mm ആയിരുന്നു. ഇനി ഡോട്ട് പോലെ കാണിക്കുന്ന ബാറിന്റെ സെന്റർ വരെ ഉള്ളതായിരുന്നു D2 360 mm. അതായത് നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്നത് ഏതാ? ഏറ്റവും ലോങ്ങർ ഡയറക്ഷനിലുള്ള റെയിൻഫോഴ്സ്മെന്റ് ആണ് ഈ ലൈനായിട്ട് കാണുന്നത്. ഈ ഡോട്ടായിട്ട് കാണുന്നതോ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലെ റെയിൻഫോഴ്സ്മെന്റ് ആണ്. അതായത് ഷോർട്ടർ ഡയറക്ഷനിലെ റെയിൻഫോഴ്സ്മെന്റ് ആണ് നമ്മൾ ഡോട്ടായിട്ട് കാണുന്നത്. ലോങ് ആയിട്ട് കാണുന്നതെന്ന് പറഞ്ഞാൽ ലോങ്ങർ സൈഡിലെ റെയിൻഫോഴ്സ്മെന്റും. പിന്നെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. കോളത്തിന്റെ 600, ഈ സൈഡ് 1200 ആയിരുന്നു. പിന്നെ ലോങ് സൈഡിലെ റെയിൻഫോഴ്സ്മെന്റ് 15 എണ്ണമായിരുന്നു. 12 mm ഡയാ ബാർസ് ആയിരുന്നു അറ്റ് 130 mm സെന്റർ ടു സെന്റർ. ഇത്രയാണ് ഡീറ്റെയിലിംഗ് ഉള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.